വെൽക്കം ബാക്ക് ടു സിയ എഡ്യൂക്കേഷൻ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ടോപ്പിക്ക് സ്റ്റെറിലൈസേഷൻ മെത്തേഡാണ്. ഇത് കേരള വാട്ടർ അതോറിറ്റി ലാബ് അസിസ്റ്റൻറ്റിനും അതുപോലെ തന്നെ ഫുഡ് സേഫ്റ്റി ഓഫീസറിനും വരുന്ന ഒരു കോമൺ ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ക്ലാസ്സാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. അപ്പോൾ സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മെറ്റീരിയലിലോ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിൻ്റെ സർഫസിലോ പ്രസൻ്റ് ആയിട്ടുള്ള വെജിറ്റേറ്റീവ് ആൻഡ് സ്പോർ സ്റ്റേറ്റിലുള്ള എല്ലാ തരത്തിലുള്ള മൈക്രോബ്സിൻ്റെയും, ഈ മൈക്രോബ്സ് എന്ന് പറയുമ്പോൾ ബാക്ടീരിയ, മൈക്രോ ബാക്ടീരിയ, വൈറസസ് ആൻഡ് ഫംഗൈ, അങ്ങനത്തെ എല്ലാ മൈക്രോബ്സിൻ്റെയും റിമൂവലിനെയാണ് നമ്മൾ സ്റ്റെറിലൈസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്റ്റെറിലൈസേഷൻ ക്യാൻ ബി അച്ചീവ്ഡ് ബൈ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ മീൻസ്. അതായത് നമുക്ക് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് സ്റ്റെറിലൈസേഷൻ നടത്താനായിട്ട് പറ്റുന്നതാണ്. ദ പ്രോസസ് ഓഫ് എലിമിനേഷൻ ഓഫ് മോസ്റ്റ് പാത്തോജനിക് മൈക്രോ ഓർഗാനിസംസ് എക്സ്ക്ലൂഡിംഗ് ബാക്ടീരിയൽ സ്പോർസ് ഓൺ ഇൻആനിമേറ്റ് ഒബ്ജക്ട്സ്, അതിനെയാണ് നമ്മൾ ഡിസ്ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. അതായത് പാത്തോജനിക് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തിൻ്റെ എലിമിനേഷൻ, ആ ഒരു പ്രോസസ്സിനെയാണ് ഡിസ്ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡിസ്ഇൻഫെക്ഷൻ ക്യാൻ ബി അച്ചീവ്ഡ് ബൈ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ മെത്തേഡ്സ്. ഇതിലും നമുക്ക് ഡിസ്ഇൻഫെക്ഷൻ നമുക്ക് ഈ ഒരു ഫിസിക്കൽ അല്ലെങ്കിൽ കെമിക്കൽ മെത്തേഡ്സ് വഴി ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ദെൻ നമുക്ക് സ്റ്റെറിലൈസേഷൻ്റെ ഫിസിക്കൽ മെത്തേഡ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫിസിക്കൽ മെത്തേഡ്സ് ഓഫ് സ്റ്റെറിലൈസേഷൻ. ഫസ്റ്റ് വൺ ആണ് സൺലൈറ്റ്. അപ്പോൾ ഈ സൺലൈറ്റിൽ എന്തുണ്ടായിരിക്കും? അൾട്രാ വയലറ്റ് റേസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ സൺലൈറ്റിൽ ഉള്ള ഈ അൾട്രാ വയലറ്റ് റേസിൻ്റെ പ്രസൻസ് മൂലമാണ് ഈ ഒരു സൺലൈറ്റിന് ഇത് ഒരു മൈക്രോബിസിഡൽ ആക്ടിവിറ്റി ഉള്ളത്. രണ്ടാമത്തെയാണ് ഹീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഹീറ്റിനെ നമ്മൾ കുറച്ചുകൂടി റിലയബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് ഓഫ് സ്റ്റെറിലൈസേഷൻ ആയിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. ഇവിടെ നമ്മൾ ആർട്ടിക്കിൾസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ നമുക്ക് സ്റ്റെറിലൈസേഷൻ ചെയ്യേണ്ടതായിട്ട് വരുന്ന എക്യുപ്മെൻറ്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളെയാണ് നമ്മൾ ആർട്ടിക്കിൾസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദോസ് ആർട്ടിക്കിൾസ് ദാറ്റ് cannot withstand a high temperature can still be sterilized at a lower temperature by prolonging the duration of exposure. അതായത് നമുക്ക് ഹൈ ടെമ്പറേച്ചർ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, സ്റ്റെറിലൈസേഷൻ ചെയ്യാൻ പറ്റാത്ത ആർട്ടിക്കിൾസ് ആണെന്നുണ്ടെങ്കിൽ നമ്മളതിനെ ഒരു ലോവർ ടെമ്പറേച്ചറിൽ ആണ് സ്റ്റെറിലൈസ് ചെയ്യുന്നത്. എങ്ങനെയായിരിക്കും അതിൻ്റെ? പക്ഷേ ആ ഒരു സ്റ്റെറിലൈസേഷൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് നമ്മൾ കുറച്ചും കൂടി പ്രൊലോങ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. മോയ്സ്റ്റ് ഹീറ്റ് ഈസ് superior to dry heat in action. ഡ്രൈ ഹീറ്റിൻ്റെ അതിനേക്കാളും കുറച്ചും കൂടി സുപ്പീരിയർ ആയിട്ട് നിൽക്കുന്നത് മോയ്സ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ ആണ് കേട്ടോ. അപ്പോൾ ടെമ്പറേച്ചർ റിക്വയർഡ് ടു കിൽ മൈക്രോബ്സ് ബൈ ഡ്രൈ ഹീറ്റ് ഈസ് മോർ ദാൻ ദ മോയ്സ്റ്റ് ഹീറ്റ്. മോയ്സ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷനിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു ടെമ്പറേച്ചറിനേക്കാളും കൂടുതൽ ടെമ്പറേച്ചറാണ് നമ്മൾ ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നത്. ഡ്രൈ ഹീറ്റ് അതെങ്ങനെ പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം. ഓക്സിഡേറ്റീവ് എഫക്റ്റുകൾ, അതുപോലെ ആസ് വെൽ ആസ് ഡീനാച്ചുറേഷൻ ആൻഡ് കൊയാഗുലേഷൻ ഓഫ് പ്രോട്ടീൻസ്, ഈ പ്രോട്ടീൻ്റെ ഡീനാച്ചുറേഷൻ, കൊയാഗുലേഷൻ അതും, അതേപോലെ ടോക്സിക് എഫക്റ്റ് ഓഫ് എലിവേറ്റഡ് ലെവൽസ് ഓഫ് ഇലക്ട്രോലൈറ്റ്. അപ്പോൾ ഈ എലിവേറ്റഡ് ലെവൽസ് ഓഫ് ഇലക്ട്രോലൈറ്റിൻ്റെ ടോക്സിക് എഫക്റ്റ്, ഇതൊക്കെ മൂലമാണ് ഈ ഒരു ഡ്രൈ ഹീറ്റ് പ്രവർത്തിക്കുന്നത്. റെഡ് ഹീറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളൊരു ബെൻസൺ ഫ്ലെയിം ഉണ്ടായിരിക്കും, അതിൽ നമ്മൾ ഈ ആർട്ടിക്കിൾസ്, അതായത് ബാക്ടീരിയോളജിക്കൽ ലൂപ്സുകൾ, സ്ട്രെയിറ്റ് വയേഴ്സ്, ടിപ്സ്, ഫോർസെപ്സിൻ്റെ ടിപ്സുകൾ, ഇതെല്ലാം നമ്മൾ ഈ ഒരു ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊരു ബിക്കം റെഡ് ഹോട്ട് ആവുന്നത് വരെ നമ്മൾ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് റെഡ് ഹീറ്റിൽ ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നത് ഫ്ലെയിമിംഗ് ആണ്. ഫ്ലെയിമിങ്ങിൽ എന്താ ചെയ്യുന്നത്? ദിസ് ഈസ് എ മെത്തേഡ് ഓഫ് പാസിംഗ് ദ ആർട്ടിക്കിൾസ് ഓവർ ബൺസൺ ഫ്ലെയിം ബട്ട് നോട്ട് ഹീറ്റിംഗ് ഇറ്റ് ടു റെഡ്നെസ്. അതായത് ഫ്ലെയിമിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതായത് റെഡ് ഹോട്ട് ആവുന്നത് വരെ നമ്മൾക്ക് അതിനെ ചൂടാക്കേണ്ടതില്ല. ഇത് നമ്മൾ ആ ബെൻസൺ ഫ്ലെയിമിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ പാസ് ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത്. കുറേശ്ശെ ഇങ്ങനെ പാസ് ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത്. ദെൻ ആർട്ടിക്കിൾസ് സച്ച് ആസ് സ്കാൽപ്പൽസ്, മൗത്ത് ഓഫ് ദ ടെസ്റ്റ് ട്യൂബ്, ഫ്ലാസ്ക്, ഗ്ലാസ് സ്ലൈഡ്സ് ആൻഡ് കവർ സ്ലിപ്സ് ആർ പാസ്ഡ് ത്രൂ ദ ഫ്ലെയിം എ ഫ്യൂ ടൈംസ്. അതാണ് പറയുന്നത്. അതായത് ഫ്ലെയിമിങ്ങിലൂടെ നമ്മൾ ചെയ്യുന്നത് ഈ സ്കാൽപ്പൽസ്, അതുപോലെ തന്നെ മൗത്ത് ഓഫ് ദ ടെസ്റ്റ് ട്യൂബിൻ്റെ മൗത്ത്, ഫ്ലാസ്കിൻ്റെ മൗത്ത്, അതുപോലെ തന്നെ ഗ്ലാസ് സ്ലൈഡ്സ്, പിന്നെ കവർ സ്ലിപ്സ്, ഇതെല്ലാം നമ്മൾ ഫ്ലെയിമിലൂടെ ഒരു ഫ്യൂ ടൈംസ് നമ്മൾ അതിനെ പാസ് ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ഇൻസിനറേഷൻ. ദിസ് ഈസ് എ മെത്തേഡ് ഓഫ് ഡിസ്ട്രോയിങ് കണ്ടാമിനേറ്റഡ് മെറ്റീരിയൽസ് ബൈ ബേണിംഗ് ദം ഇൻ ഇൻസിനറേറ്റർ. അതായത് ഒരു ഇൻസിനറേറ്ററിൽ വെച്ചിട്ട് ഇവിടെ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസിനെ നമ്മൾ
കത്തിച്ച് അതിനെ ഡിസ്ട്രോയ് ചെയ്യുന്ന ആ ഒരു മെത്തേഡിനെയാണ് ഇൻസിനറേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആർട്ടിക്കിൾസ് സച്ചാസ്, ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഒരു ട്രീറ്റ്മെൻറ്റിൽ അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത് സോയിൽഡ് ഡ്രസ്സിങ്സ്, എനിമൽ കർക്കാസസ്, അതുപോലെ പാത്തോളജിക്കൽ ആയിട്ടുള്ള മെറ്റീരിയൽസ് ആൻഡ് ബർഡിങ് എക്സെട്ര. ഇതെല്ലാമാണ് നമ്മൾ ഇൻസിനറേഷൻ ചെയ്യുന്നത്. The limitation of this method is that articles can't be reused after incineration. അതായത് ഈ ഒരു മെത്തേഡിൻ്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ഇൻസിനറേഷൻ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ആർട്ടിക്കിൾസ് നമ്മൾ റീയൂസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല. ഹോട്ട് എയർ ഓവൻ. ഈ ഹോട്ട് എയർ ഓവൻ മെത്തേഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ലൂയിസ് പാസ്റ്ററാണ്. അപ്പോൾ നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യേണ്ടതായിട്ടുള്ള ആർട്ടിക്കിൾസ് നമ്മളൊരു ഹൈ ടെമ്പറേച്ചർ, അതായത് ഒരു 160 ഡിഗ്രി സെൽഷ്യസോളം അത്രയും വരുന്ന ഒരു ഹൈ ടെമ്പറേച്ചറിൽ നമ്മളൊരു 1 അവർ ഈ ആർട്ടിക്കിൾസിനെ എക്സ്പോസ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇൻ ആൻ ഇലക്ട്രിക്കലി ഹീറ്റഡ് ഓവൻ. സിൻസ് എയർ എന്ന് പറയുന്നത് ഒരു പ്യുവർ കണ്ടക്ടറാണ് അല്ലേ, പ്യുവർ കണ്ടക്ടർ ഓഫ് ഹീറ്റാണ്. സോ നമുക്ക് അവിടെയുള്ള ഈ ഒരു ഹീറ്റിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ, ഈക്വൽ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ചാമ്പറിൽ ഒരു ഫാൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഫാൻ വഴിയാണ് അവിടെ ഒരു ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഹീറ്റ് നടക്കുന്നത്. This heat is transferred to the articles by radiation, conduction and convection. Convection അതുപോലെ തന്നെ കണ്ടക്ഷൻ, റേഡിയേഷൻ വഴിയൊക്കെയാണ് ഈ ഒരു ഹീറ്റ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ആർട്ടിക്കിൾസിലോട്ടൊക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ദ ഓവൻ ഷുഡ് ബി ഫിറ്റഡ് വിത്ത് ആൻ തെർമോസ്റ്റാറ്റ് കൺട്രോൾ. ഈ ഓവനിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും? ഇതൊരു തെർമോസ്റ്റാറ്റ് കൺട്രോളായിട്ട് ഫിറ്റഡ് ആയിരിക്കും. പിന്നെ ഇതിലൊരു ടെമ്പറേച്ചർ ഇൻഡിക്കേറ്റർ ഉണ്ടായിരിക്കും, മെഷ്ഡ് ഷെൽഫ്സ് ഉണ്ടായിരിക്കും ആൻഡ് മസ്റ്റ് ഹാവ് ആൻ അഡ്യൂക്വേറ്റ് ഇൻസുലേഷൻ. ഇതിലൊരു അഡ്യൂക്കേറ്റ് ഇൻസുലേഷൻ കൂടി ഉണ്ടായിരിക്കണം. പിന്നെ മെറ്റാലിക് ഇൻസ്ട്രുമെൻറ്റ്സ്, അതായത് ഫോർസെപ്സ്, സ്കാൽപ്പൽസ്, അതുപോലെ തന്നെ സിസേഴ്സ് പോലുള്ള മെറ്റാലിക് ഇൻസ്ട്രുമെൻറ്റ്സ്, പിന്നെ ഗ്ലാസ് വെയേഴ്സ്, സ്വാബ്സ്, ഓയിൽസ്, ഗ്രീസ്, പെട്രോളിയം ജെല്ലി ആൻഡ് അതർ ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സ്. ഇതെല്ലാം നമ്മൾ ഈ ഹോട്ട് എയർ ഓവൻ മെത്തേഡിലൂടെയാണ് സ്റ്റെറിലൈസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഹോട്ട് എയർ ഓവനിൽ എങ്ങനെയാണ് സ്റ്റെറിലൈസേഷൻ പ്രോസസ്സുകൾ നടക്കുന്നത് നോക്കാം. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ആർട്ടിക്കിൾസ് to be sterilized must be perfectly dry before placing them inside hot air oven. ഈ ഒരു ഹോട്ട് എയർ ഓവൻ്റെ ഉള്ളിലോട്ട് നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യേണ്ട ആർട്ടിക്കിൾസ് വെക്കുമ്പോൾ അതിന് മുന്നായിട്ട് ഈ ആർട്ടിക്കിൾസ് പെർഫെക്റ്റ്ലി ഡ്രൈ ആണോ, നന്നായിട്ട് ഉണങ്ങിയതാണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ദെൻ സെക്കൻഡ് പറയുന്നത്, ആർട്ടിക്കിൾസ് മസ്റ്റ് ബി പ്ലേസ്ഡ് അറ്റ് സഫിഷ്യൻറ്റ് ഡിസ്റ്റൻസ് സോ ആസ് ടു അലോ ഫ്രീ സർക്കുലേഷൻ ഓഫ് എയർ ഇൻ ബിറ്റ്വീൻ. ഓരോ ആർട്ടിക്കിൾസും നമ്മൾ പ്ലേസ് ചെയ്യുമ്പോൾ ഒരു സഫിഷ്യൻറ്റ് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിരിക്കണം. അത് അവ തമ്മിലുള്ള ഒരു എയറിൻ്റെ ഫ്രീ സർക്കുലേഷൻ നടക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ്, മൗത്ത് ഓഫ് ഫ്ലാസ്കുകളുടെ മൗത്ത്, ടെസ്റ്റ് ട്യൂബിൻ്റെ മൗത്ത്, അതുപോലെ തന്നെ ബോത്ത് എൻഡ് ഓഫ് ദ പിപ്പറ്റ്സ് മസ്റ്റ് ബി പ്ലഗ്ഡ് വിത്ത് കോട്ടൺ വൂൾ യൂസ് ചെയ്തിട്ട് അതെല്ലാം പ്ലഗ് ചെയ്തിരിക്കണം. ദെൻ ആർട്ടിക്കിൾസ് സച്ചാസ്, അതായത് പെട്രി ഡിഷ്, പിപ്പറ്റ് പോലുള്ള ആർട്ടിക്കിൾസ് ആണെങ്കിൽ ഇതിൽ കാനിസ്റ്റേഴ്സിൽ നമ്മളിത് അറേഞ്ച് ചെയ്തിരിക്കണം. അതിനുശേഷം മാത്രമാണ് ഇത് നമ്മളിതിൽ പ്ലേസ് ചെയ്യാനായിട്ട് പാടുകയുള്ളൂ. ദെൻ ഇൻഡിവിജ്വൽ ഗ്ലാസ് ആർട്ടിക്കിൾസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ അലുമിനിയം ഫോയിൽസോ അല്ലെങ്കിൽ ക്രാഫ്റ്റ് പേപ്പേഴ്സിലോ നമ്മളതിനെ വ്രാപ്പ് ചെയ്തിരിക്കണം. ദെൻ ഹോൾഡിംഗ് ടൈം എന്ന് പറയുന്നത് 160 ഡിഗ്രി സെൽഷ്യസ് ഫോർ 1 hour ആണ്. The hot air oven must not be opened until the temperature inside has fallen below 60 degrees Celsius to prevent breakage of glass wires. അതായത് ഈ ഹോട്ട് എയർ ഓവനിൽ വെച്ചിട്ടുള്ള ഗ്ലാസ് വയേഴ്സിൻ്റെ ബ്രേക്കേജ് ഒക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യുന്നതിനായിട്ട് ഹോട്ട് എയർ ഓവൻ്റെ ഉള്ളിലുള്ള ടെമ്പറേച്ചർ ഒരു 60 ഡിഗ്രി സെൽഷ്യസ് ആയി കുറഞ്ഞതിന് ശേഷം മാത്രമേ ഇത് ഓപ്പൺ ചെയ്യാനായിട്ട് പാടുകയുള്ളൂ. A biological method is used as a control of sterilization. ഇവിടെ കൺട്രോൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുന്നത്. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ ഗ്രോത്ത് നടന്നോ ഇല്ല എന്നൊക്കെ അറിയാനായിട്ട് നമ്മളൊരു കൺട്രോൾ വെക്കും. അതായത് നോർമലി അതെങ്ങനെയാണ് കാണപ്പെടുന്നത് എന്നുള്ള രീതിക്ക്. അപ്പോൾ അതേപോലെ നമ്മളിവിടെ ഒരു ബയോളജിക്കൽ മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ബാസിലസ് സബ്ടൈൽസിൻ്റെയോ അല്ലെങ്കിൽ ക്ലോസ്ട്രീഡിയം ടെറ്റനിയുടെയോ സ്പോസിനെ നമ്മളൊരു പേപ്പർ സ്ട്രിപ്പിൽ ആക്കിയിട്ട് പേപ്പർ സ്ട്രിപ്പിൽ ഉള്ള ഈ സ്പോർട്സ് എടുത്തിട്ട് നമ്മൾ ഒരു എൻവലപ്പിൻ്റെ ഉള്ളിൽ അതിനെ പ്ലേസ് ചെയ്തതിന് ശേഷമാണ് നമ്മളത് ഹോട്ട് എയർ ഓവനിലോട്ട് വെക്കുന്നു. എന്നിട്ട് ഈ ഒരു സ്റ്റെറിലൈസേഷൻ സൈക്കിൾ കംപ്ലീറ്റ് ആകുമ്പോൾ ഈ സ്ട്രിപ്പ് നമ്മൾ
എടുക്കുന്നു, റിമൂവ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഇനോക്കുലേറ്റഡ് ഇൻ ടു തയോഗ്ലൈക്കോളേറ്റ് ബ്രോത്ത്, അതിനെ നമ്മൾ തയോഗ്ലൈക്കോളേറ്റ് ബ്രോത്ത് അല്ലെങ്കിൽ കുക്ക്ഡ് മീറ്റ് മീഡിയത്തിലോട്ട് നമ്മൾ ഇനോക്കുലേറ്റ് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ അതിനെ ഒരു 3 to 5 days 37 degree Celsius അതിനെ ഇൻക്യുബേറ്റ് ചെയ്യുന്നു. അപ്പോൾ പ്രോപ്പർ സ്റ്റെറിലൈസേഷൻ അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ എന്തുണ്ടായിരിക്കും? ദാറ്റ് കിൽസ് ദ സ്പോസ് ആൻഡ് ദർ ഷുഡ് നോട്ട് ബി എനി ഗ്രോത്ത്. കറക്റ്റായിട്ടുള്ള ഒരു സ്റ്റെറിലൈസേഷൻ അവിടെ നടന്നിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ സ്പോസിനെ എല്ലാം ഇത് കില്ല് ചെയ്തിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഇതിനെ ഇൻക്യുബേറ്റ് ചെയ്താലും ഇതിൽ ഗ്രോത്ത് ഒന്നും കാണാനായിട്ട് പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു കൺട്രോൾ മെത്തേഡ് ഇതിൽ ചെയ്തിട്ടുള്ളത്. ദെൻ അഡ്വാൻറ്റേജസ് ഓഫ് ഹോട്ട് എയർ ഓവൻ. ഹോട്ട് എയർ ഓവൻ്റെ അഡ്വാൻറ്റേജസ് എന്താണ്? ഇറ്റ് ഈസ് ആൻ എഫക്റ്റീവ് മെത്തേഡ് ഓഫ് സ്റ്റെറിലൈസേഷൻ ഓഫ് ഹീറ്റ് സ്റ്റേബിൾ ആർട്ടിക്കിൾസ്. ഹീറ്റ് സ്റ്റേബിൾ ആയിട്ടുള്ള ആർട്ടിക്കിൾസിൻ്റെ ഒരു സ്റ്റെറിലൈസേഷൻ, അതായത് മോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡ് ഓഫ് സ്റ്റെറിലൈസേഷനാണ് ഈ ഒരു ഹോട്ട് എയർ ഓവൻ എന്ന് പറയുന്നത്. ദ ആർട്ടിക്കിൾസ് റിമെയിൻ ഡ്രൈ ആഫ്റ്റർ സ്റ്റെറിലൈസേഷൻ. സ്റ്റെറിലൈസേഷന് ശേഷവും ഈ ആർട്ടിക്കിൾസ് ഡ്രൈ ആയിരിക്കും. ദിസ് ഈസ് ദ ഓൺലി മെത്തേഡ് ഫോർ സ്റ്റെറിലൈസിങ് ഓയിൽ ആൻഡ് പൗഡേഴ്സ്. ഓയിലും അതുപോലെ തന്നെ പൗഡേഴ്സിൻ്റെ ഒക്കെ സ്റ്റെറിലൈസേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു മെത്തേഡാണിത്. ദെൻ ഡിസ്അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് ഈ ഹോട്ട് എയർ ഓവൻ്റെ? എയർ ഹാസ് പുവർ പെനട്രേഷൻ. അതേപോലെ തന്നെ കോട്ടൺ വൂൾസ് ആൻഡ് പേപ്പർ മേ ഗെറ്റ് സ്ലൈറ്റ്ലി ചാർഡ്. ഗ്ലാസസ് മേ ബിക്കം സ്മോക്കി ആൻഡ് ടേക്സ് ലോങ്ങർ ടൈം കമ്പയർ ടു ഓട്ടോക്ലേവ്. ഓട്ടോക്ലേവിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി ലോങ്ങർ ആയിട്ടുള്ള ടൈം ഹോട്ട് എയർ ഓവനിൽ എടുക്കുന്നുണ്ട്. കൾച്ചർ മീഡിയ cannot be sterilized by this method. ഈ ഒരു മെത്തേഡിലൂടെ നമുക്ക് കൾച്ചർ മീഡിയാസിനെ സ്റ്റെറിലൈസ് ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല. മോസ്റ്റ് ഹീറ്റ് ആക്ട് ബൈ കൊയാഗുലേഷൻ ആൻഡ് ഡീനാച്ചുറേഷൻ ഓഫ് പ്രോട്ടീൻസ്. അപ്പോൾ ഈ ഒരു മോസ്റ്റ് ഹീറ്റ് എന്ന് പറയുന്നത് അത് പ്രവർത്തിക്കുന്നത് കൊയാഗുലേഷൻ ആൻഡ് ഡീനാച്ചുറേഷൻ ഓഫ് പ്രോട്ടീൻസ് വഴിയാണ്. മോയ്സ്റ്റ് ഹീറ്റിനെ നമുക്ക് 3 ഗ്രൂപ്പ്സ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാനായിട്ട് പറ്റും. ടെമ്പറേച്ചർ ബിലോ 100 degree Celsius, temperature at 100 degree Celsius and temperature above 100 degree Celsius. ടെമ്പറേച്ചർ ബിലോ 100 degree Celsius. പാസ്ചറൈസേഷൻ ആണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അപ്പോൾ ഈ ഒരു ടേം ഒറിജിനലി അത് എംപ്ലോയ് ചെയ്തിരിക്കുന്നത് ലൂയിസ് പാസ്റ്റർ ആണ്. കറൻ്റ്ലി ഈ ഒരു പ്രൊസീജിയർ യൂസ് ചെയ്യുന്നത് ഡയറി ഇൻഡസ്ട്രികളിലാണ്. അപ്പോൾ നമുക്കറിയാം പാലൊക്കെ നമുക്ക് പാസ്ചറൈസേഷൻ നടത്തിയിട്ടാണ് നമുക്ക് കിട്ടുന്നതെന്ന്. ദെൻ പാസ്ചറൈസേഷൻ ഓഫ് മിൽക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഹോൾഡിംഗ് പീരീഡ് ഒരു 63 degree Celsius ഒരു 30 minutes വെക്കാം, അല്ലെങ്കിൽ 72 degree Celsius ഫോർ 15 to 20 minutes ആണ്, ആൻഡ് ഫോളോവ്ഡ് ബൈ കൂളിംഗ് ആണ്. ആൻഡ് ദിസ് മെത്തേഡ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ കില്ലിങ് ഓൾ സ്പോസ്. എല്ലാ സ്പോസിനും നമുക്ക് കില്ല് ചെയ്യാനായിട്ട് ഈ ഒരു മെത്തേഡ് വഴി ചെയ്യാനായിട്ട് പറ്റില്ല. വാക്സിൻ ആൻഡ് സെറം ബാത്ത്. വാക്സിൻ ബാത്ത് എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് ആദ്യം നോക്കാം. അതായത് വാക്സിൻ പ്രിപ്പറേഷനിൽ പ്രസൻ്റ് ആയിട്ടുള്ള ഒരു കണ്ടാമിനേറ്റിംഗ് ബാക്ടീരിയാസിനെ നമുക്ക് ഒരു വാട്ടർ ബാത്തിൽ ഒരു 60 degree Celsius ഒരു 1 hour വെച്ചിട്ട് നമുക്ക് ഇനാക്ടിവേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. സെറം ബാത്ത് എന്ന് വെച്ചാൽ എന്താണ്? സെറം ബാത്ത് എന്ന് പറയുമ്പോൾ ഈ സെറം പ്രിപ്പറേഷനിൽ ഉള്ള കണ്ടാമിനേറ്റിംഗ് ബാക്ടീരിയാസ് ഉണ്ടെങ്കിൽ നമുക്കതിനെ ഇനാക്ടിവേറ്റഡ് ആക്കാനായിട്ട് നമുക്ക് ഈ സെറത്തിനെ നമുക്കൊരു ഹീറ്റിംഗ് ഇൻ സെറം ബാത്തിൽ വെച്ചിട്ട് നമുക്ക് ഈ സെറത്തിന് നമുക്കൊരു 56 degree Celsius ഫോർ 1 hour വെച്ചിട്ട് നമുക്ക് ഒരു സെവറൽ സക്സസീവ് ഡേയ്സ് ആയിട്ട് നമുക്കതിനെ ഇതിലുള്ള ഈ ഒരു കണ്ടാമിനേറ്റിംഗ് ബാക്ടീരിയാസിനെ നമുക്ക് ഇനാക്ടിവേറ്റ് ആക്കാനായിട്ട് പറ്റുന്നതാണ്. ആൻഡ് ഓൺലി വെജിറ്റേറ്റീവ് ബാക്ടീരിയ ആർ കിൽഡ് ആൻഡ് സ്പോസ് സർവൈവ്. നമുക്ക് എന്താണ് വെജിറ്റേറ്റീവ് ബാക്ടീരിയാസിനെ നമുക്ക് കില്ല് ചെയ്യാൻ പറ്റും, പക്ഷേ അതിൻ്റെ സ്പോസ് അപ്പോഴും സർവൈവ് ചെയ്തുകൊണ്ടിരിക്കും. നെക്സ്റ്റ് വരുന്നതാണ് ടെമ്പറേച്ചർ അറ്റ് 100 degree Celsius. സ്റ്റീം ആൻഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ, അതാണ് നമ്മൾ കൾച്ചർ മീഡിയാസിനെ സ്റ്റെറിലൈസ് ചെയ്യുന്നതിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ഇൻഎക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഈ ഒരു മെത്തേഡിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇതിലത്തെ ഫസ്റ്റ് എക്സ്പോഷർ അത് ദാറ്റ് കിൽസ് വെജിറ്റേറ്റീവ് ബാക്ടീരിയ, ആൻഡ് നെക്സ്റ്റ് എക്സ്പോഷർ എന്ത് ചെയ്യുന്നുണ്ട്? ദാറ്റ് വിൽ കിൽ വെജിറ്റേറ്റീവ് ബാക്ടീരിയ ദാറ്റ് മെച്ചുർ ഫ്രം ദ സ്പോർസ്. സ്പോറിൽ നിന്ന് മെച്ചുർ ആയിട്ടുള്ള വെജിറ്റേറ്റീവ് ബാക്ടീരിയനെയാണ് രണ്ടാമത്തെ എക്സ്പോഷർ കില്ല് ചെയ്യുന്നത്. ഇറ്റ് ഈസ് intermittent sterilization by holding at a temperature of 100 degree Celsius for 20 minutes on 3 consecutive days. ഇൻസ്പിസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ടെക്നിക്കാണ്. അതായത് സെറം കണ്ടെയ്നിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ എഗ്ഗ് കണ്ടെയ്നിങ് ആയിട്ടുള്ള മീഡിയത്തിനെ ഡിസിൻഫെക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ സോൾഡിഫൈ ചെയ്യാനോ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഇൻസ്പിസേഷൻ എന്ന് പറയുന്നത്.
അപ്പോൾ ദ മീഡിയം കണ്ടെയ്നിങ് സെറം ഓർ എഗ്ഗ്. അപ്പോൾ എന്താണ് ഈ എഗ്ഗോ അല്ലെങ്കിൽ സെറം കണ്ടെയ്നിങ് ആയിട്ടുള്ള ഈ മീഡിയേനെ നമ്മൾ ഇൻസ്പിസേറ്ററിൻ്റെ സ്ലോപ്പിലായിട്ട് പ്ലേസ് ചെയ്യുന്നു ആൻഡ് ഹീറ്റഡ് അറ്റ് 80 to 85 ഡിഗ്രി സെൽഷ്യസിൽ നമ്മളൊരു 30 മിനിറ്റ്സ് അതിനെ നമ്മൾ ഹീറ്റ് ചെയ്യുന്നു ഓൺ 3 കൺസിക്യൂട്ടീവ് ഡേയ്സ്. ഒരു അബ്സല്യൂട്ട് ആയിട്ടുള്ള ഒരു സ്റ്റെറിലിറ്റി ആവശ്യമില്ല എങ്കിൽ ചില മെറ്റൽ ആർട്ടിക്കിൾസൊക്കെ നമ്മൾ ഡിസിൻഫെക്റ്റഡ് ചെയ്യുന്നത് ഒരു ബോയിലിംഗ് വാട്ടറിൽ ഒരു 10 to 20 മിനിറ്റ്സ് പ്ലേസ് ചെയ്തിട്ടാണ് അതിനെ ഡിസിൻഫെക്റ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് സ്റ്റീം അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്. അതിൽ പറയുന്നത് ഇൻസ്റ്റെഡ് ഓഫ് കീപ്പിംഗ് ദ ആർട്ടിക്കിൾസ് ഇൻ ബോയിലിംഗ് വാട്ടർ ദേ ആർ സബ്ജക്റ്റഡ് ടു ഫ്രീ സ്റ്റീം അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്. അതായത് നമ്മൾ ഈ ആർട്ടിക്കിൾസിനെ ബോയിലിംഗ് വാട്ടറിൽ കീപ്പ് ചെയ്യുന്നതിന് പകരമായിട്ട് നമ്മളതിനെ ഫ്രീ ആയിട്ട് തന്നെ ഒരു സ്റ്റീം അറ്റ് 100 ഡിഗ്രി സെൽഷ്യസിൽ അതിനെ സബ്ജക്റ്റഡ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ ഫോർ ട്രഡീഷണൽ സ്റ്റീമേഴ്സ്, ഈ ട്രഡീഷണൽ സ്റ്റീമേഴ്സിനുള്ളൊരു എക്സാമ്പിളാണ് അർണോൾഡ്സ് ആൻഡ് കോട്ട്സ് സ്റ്റീമേഴ്സ് എന്ന് പറയുന്നത്. എന്താണ് അപ്പോൾ സ്റ്റീമർ എന്ന് പറഞ്ഞാൽ എ മെറ്റൽ ക്യാബിനറ്റ് വിത്ത് പെർഫോറേറ്റഡ് ട്രേസ് ടു ഹോൾഡ് ദ ആർട്ടിക്കിൾസ് ആൻഡ് കോണിക്കൽ ലിഡ്. അതായത് ഇതൊരു മെറ്റൽ ക്യാബിനറ്റ് ആയിരിക്കും വിത്ത് പെർഫോറേറ്റഡ് ട്രേസ് അതിലുണ്ടായിരിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾക്ക് സ്റ്റെറിലൈസ് ചെയ്യാനുള്ള ആർട്ടിക്കിൾസിനൊക്കെ ഹോൾഡ് ചെയ്യാനായിട്ടുള്ളത്. അതുപോലെ തന്നെ അതിലൊരു കോണിക്കൽ ലിഡും ഉണ്ടായിരിക്കും. ദ ബോട്ടം ഓഫ് ദ സ്റ്റീമർ, ഈ സ്റ്റീമറിൻ്റെ ബോട്ടം എന്ന് പറയുന്നത് നമ്മൾ വാട്ടർ വെച്ചിട്ട് ഫില്ലാക്കുന്നു, അതിനുശേഷം അതിനെ ഹീറ്റ് ചെയ്യുന്നു. ദ സ്റ്റീം that is generated sterilize the articles when exposed for a period of 90 മിനിറ്റ്സ്. അപ്പോൾ അതിൽ ജനറേറ്റ് ചെയ്യുന്ന ഈ സ്റ്റീമുകൾ എന്ത് ചെയ്യുന്നു? ഈ സ്റ്റീം എന്ത് ചെയ്യുന്നു? ആർട്ടിക്കിൾസിനെ സ്റ്റെറിലൈസ് ചെയ്യുന്നു. അത് നമ്മൾ ഒരു 90 മിനിറ്റ്സ് ഈ ആർട്ടിക്കിൾസ് ഈ ഒരു സ്റ്റീമുമായിട്ട് നമ്മൾ എക്സ്പോസ് ചെയ്യുമ്പോൾ അത് സ്റ്റെറിലൈസ്ഡ് ആവുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ടിൻഡലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ടിൻഡലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? The process that is known as tindalization or intermittent sterilization that is employed by steamers at 100 ഡിഗ്രി സെൽഷ്യസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു ഒരു ഇൻ്റർമീഡിയൻറ്റ് സ്റ്റെറിലൈസേഷനെ പറ്റിയിട്ട്. അപ്പോൾ ആ ഒരു ഇൻ്റർമീഡിയൻറ്റ് സ്റ്റെറിലൈസേഷനെയാണ് നമ്മൾ ടിൻഡലൈസേഷൻ എന്നും കൂടി പറയുന്നത്. ടെമ്പറേച്ചർ എബോവ് 100 ഡിഗ്രി സെൽഷ്യസ്. ഓട്ടോക്ലേവ് അല്ലെങ്കിൽ സ്റ്റീം സ്റ്റെറിലൈസറാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്. അതാണ് നമ്മൾ എക്യുപ്മെൻറ്റ്സും അതുപോലെ മറ്റ് ഒബ്ജക്റ്റുകളും സ്റ്റെറിലൈസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ദിസ് ഇംപ്ലൈസ് ദാറ്റ് എല്ലാ മൈക്രോബിക് ഓർഗാനിസംസും ഇൻഫെക്ഷൻ, പാരസൈറ്റ്സ് ആൻഡ് സ്പോർസ് ആർ ഇനാക്ടിവേറ്റഡ്. ഇവിടെ ഇനാക്ടിവേറ്റഡ് ആവുന്നുണ്ട്. ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ ദ ഐറ്റംസ് സച്ച് ആസ് ഡ്രസ്സിങ്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റ്സ്, ലബോറട്ടറി വയേഴ്സ്, മീഡിയ ആൻഡ് മീഡിയൽ പ്രൊഡക്ട്സ്. അപ്പോൾ ഓട്ടോക്ലേവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ സ്റ്റെറിലൈസേഷൻ ക്യാൻ ബി എഫക്റ്റീവ്ലി അച്ചീവ്ഡ് അറ്റ് എ ടെമ്പറേച്ചർ എബോവ് 100 ഡിഗ്രി സെൽഷ്യസ് യൂസിങ് ആൻ ഓട്ടോക്ലേവ്. വാട്ടർ നമുക്കറിയാം 100 ഡിഗ്രി സെൽഷ്യസിലാണ് അറ്റ്മോസ്ഫറിക് പ്രഷറിൽ ബോയിൽ ചെയ്യുന്നത്. പക്ഷേ പ്രഷർ കൂടുകയാണ് എങ്കിൽ ഈ ഒരു വാട്ടറിൻ്റെ ടെമ്പറേച്ചറും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇൻ ആൻ ഓട്ടോക്ലേവ്, ഒരു ഓട്ടോക്ലേവിലാണെന്നുണ്ടെങ്കിൽ വാട്ടർ നമ്മൾ ഒരു ക്ലോസ്ഡ് ചേമ്പറിലാണ് ബോയിൽ ചെയ്യിക്കുന്നത്. ആസ് പ്രഷർ റൈസസ്, നമ്മൾ പറഞ്ഞ പോലെ പ്രഷർ കൂടുകയാണെന്നുണ്ടെങ്കിൽ ഈ വെള്ളത്തിൻ്റെ ബോയിലിംഗ് പോയിൻറ്റും കൂടുന്നുണ്ട്. ഇനി ഒരു 15 LBS പ്രഷറാണ് ഈ ഒരു ഓട്ടോക്ലേവിൻ്റെ ഉള്ളിൽ ഉള്ളത് എങ്കിൽ അതിലത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 121 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. എക്സ്പോഷർ ഓഫ് ആർട്ടിക്കിൾസ് ടു ദിസ് ടെമ്പറേച്ചർ, ഈ ഒരു ടെമ്പറേച്ചറിലോട്ട് ആർട്ടിക്കിൾസ് നമ്മൾ എക്സ്പോഷർ ചെയ്യുകയാണെങ്കിൽ ഫോർ 15 മിനിറ്റ്സ്, 15 മിനിറ്റ് നമ്മൾ അതിനെ എക്സ്പോഷർ ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഡ്രൈ എയർ യൂസ് ചെയ്യുന്നതിന് പകരം നമ്മളവിടെ സ്റ്റീം യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജസ് എന്താണെന്ന് വെച്ചാൽ സ്റ്റീം എന്ന് പറയുന്നത് കുറച്ചുകൂടി മോർ പെനട്രേറ്റീവ് പവർ ഉണ്ടായിരിക്കും. ദെൻ കണ്ടൻസേഷൻ ഓഫ് സ്റ്റീം ഓൺ കൂളർ സർഫേസ് റിലീസസ് ലേറ്റൻറ്റ് ഹീറ്റ് ആൻഡ് കണ്ടൻസേഷൻ ഓഫ് സ്റ്റീം ഡ്രോസ് ഇൻ ഫ്രഷ് സ്റ്റീം. ഇനി നമുക്ക് ഓട്ടോക്ലേവ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം. ഒരു സിമ്പിൾ ഓട്ടോക്ലേവ് ആണെന്നുണ്ടെങ്കിൽ അതൊരു വേർട്ടിക്കൽ അല്ലെങ്കിൽ ഒരു ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു സിലിണ്ടറിക്കൽ ബോഡി ഉണ്ടായിരിക്കും. അതിനൊരു ഹീറ്റിംഗ് എലമെൻറ്റും ഉണ്ടായിരിക്കും. കൂടാതെ എ പെർഫോറേറ്റഡ് ട്രേ ഉണ്ടായിരിക്കും ടു കീപ് ദ ആർട്ടിക്കിൾസ്, ഈ ആർട്ടിക്കിൾസൊക്കെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനൊരു പെർഫോറേറ്റഡ് ആയിട്ടുള്ളൊരു ട്രേ കൂടി ഉണ്ടായിരിക്കും. എ ലിഡ് ഉണ്ടായിരിക്കും. ആ ലിഡ് എന്തിനു വേണ്ടിയിട്ടാണ്? ദാറ്റ് ക്യാൻ ബി ഫാസ്റ്റൻഡ് ബൈ സ്ക്രൂ ക്ലാംസ്.
എ പ്രഷർ ഗേജ് ഉണ്ടായിരിക്കും. ഇത് കൂടാതെ ഇതിലൊരു പ്രഷർ ഗേജ് ഉണ്ടായിരിക്കും, പിന്നെ ഒരു സേഫ്റ്റി വാൾവ് ഉണ്ടായിരിക്കും ആൻഡ് ഡിസ്ചാർജ് ടാപ്പ്. അപ്പോൾ എന്തൊക്കെയാണ് ഒരു ഓട്ടോക്ലേവ് ആകുമ്പോൾ ഉണ്ടായിരിക്കുന്നത്? ഓട്ടോക്ലേവ് എന്ന് പറയുമ്പോൾ അതിനൊരു വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ സിലിണ്ടറിക്കൽ ബോഡി ഉണ്ടായിരിക്കും, ഒരു ഹീറ്റിംഗ് എലമെൻറ്റ് ഉണ്ടായിരിക്കും, പെർഫോറേറ്റഡ് ട്രേ ഉണ്ടായിരിക്കും, അത് ആർട്ടിക്കിൾസ് എല്ലാം കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്, പിന്നെ ഒരു ലിഡ് ഉണ്ടായിരിക്കും, ദാറ്റ് ക്യാൻ ബി ഫാസ്റ്റൻഡ് ബൈ സ്ക്രൂ ക്ലാംസ്. ഓക്കെ, ദെൻ പ്രഷർ ഗേജ് ഉണ്ടായിരിക്കും, കൂടാതെ ഒരു സേഫ്റ്റി വാൾവും ഒരു ഡിസ്ചാർജ് ടാപ്പും ഉണ്ടായിരിക്കും. ദ ആർട്ടിക്കിൾസ് ടു ബി സ്റ്റെറിലൈസ്ഡ് മസ്റ്റ് നോട്ട് ബി ടൈറ്റ്ലി പാക്ക്ഡ്. എന്താ പറയുന്നത്? നമുക്കിവിടെ സ്റ്റെറിലൈസ് ചെയ്യാനുള്ള ഈ ഒരു ആർട്ടിക്കിൾസ് നമ്മൾ ഒരിക്കലും ടൈറ്റ്ലി പാക്ക് ചെയ്തിട്ടുണ്ടാവാൻ പാടില്ല. ദ സ്ക്രൂ ക്യാപ്സ് ആൻഡ് കോട്ടൺ പ്ലഗ്സ് മസ്റ്റ് ബി ലൂസ്ലി ഫിറ്റഡ്. അതിലുള്ള സ്ക്രൂ ക്യാപ്സും അതുപോലെ തന്നെ കോട്ടൺ പ്ലഗ്സ് എന്ന് പറയുന്നത് മസ്റ്റ് ബി ലൂസ്ലി ഫിറ്റഡ് ആയിരിക്കണം. ദ ലിഡ് ഈസ് ക്ലോസ്ഡ്. അതിലത്തെ ലിഡ് ക്ലോസ്ഡ് ആയിരിക്കും, പക്ഷേ ദ ഡിസ്ചാർജ് ടാപ്പ് ഈസ് കെപ്റ്റ് ഓപ്പൺ. ഡിസ്ചാർജ് ടാപ്പ് എന്ന് പറയുന്നത് എപ്പോഴും ഓപ്പൺ ആയിരിക്കണം. ആൻഡ് ദ വാട്ടർ ഈസ് ഹീറ്റഡ്. ആസ് ദ വാട്ടർ സ്റ്റാർട്ട്സ് ബോയിലിംഗ്, ഈ വാട്ടർ ബോയിൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ദ സ്റ്റീംസ് ഡ്രൈവ്സ് എയർ ഔട്ട് ഓഫ് ദ ഡിസ്ചാർജ് ടാപ്പ്. സ്റ്റീം എന്ത് ചെയ്യുന്നു? ഈ എയറിനെ ഡിസ്ചാർജ് ടാപ്പിലൂടെ എന്ത് ചെയ്യുന്നു? പുറത്തോട്ട് വിടുന്നു. ദെൻ വെൻ ഓൾ എയർ ഈസ് ഡിസ്പ്ലേസ്ഡ്, ഇതിലുള്ള എല്ലാ എയറും ഡിസ്പ്ലേസ്ഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദ സ്റ്റീം സ്റ്റാർട്ട്സ് അപ്പിയറിങ് ത്രൂ ദ ഡിസ്ചാർജ് ടാപ്പ്. ദ ടാപ്പ് ഈസ് ക്ലോസ്ഡ്. അതാണ് പറയുന്നത്. അതായത് ഈ എയർ എല്ലാം ഡിസ്പ്ലേസ്ഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റീം എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു? ഡിസ്ചാർജ് ടാപ്പിലൂടെ വരാനായി തുടങ്ങും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ ടാപ്പ് ക്ലോസ് ചെയ്യുന്നു. ദെൻ ദ പ്രഷർ ഇൻസൈഡ് ഈസ്, അതിൻ്റെ ഉള്ളിലുള്ള ഈ പ്രഷർ എന്ന് പറയുന്നത് ഈസ് അലൗ ടു റൈസ് അപ് ടു 15 LBS പെർ സ്ക്വയർ ഇഞ്ച്. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള പ്രഷർ എന്ന് പറയുന്നത് നമ്മളൊരു 15 LBS ആയിട്ട് റൈസ് ചെയ്യാനായിട്ട് നമ്മൾ അനുവദിക്കണം. അറ്റ് ദിസ് പ്രഷർ, ഈ ഒരു പ്രഷറിലാണെന്നുണ്ടെങ്കിൽ ദ ആർട്ടിക്കിൾസ് ആർ ഹെൽഡ് ഫോർ 15 minutes. നമ്മൾ പറഞ്ഞ പോലെ ഈ ആർട്ടിക്കിൾസ് ഒരു 15 മിനിറ്റ് മാത്രമാണ് ഇതിൽ വെക്കേണ്ടതായിട്ട് വരുന്നുള്ളൂ. ആഫ്റ്റർ വിച്ച് ദ ഹീറ്റിംഗ് ഈസ് സ്റ്റോപ്പ്ഡ്. അതിനുശേഷം എന്താണ്? ഈ ഒരു ഹീറ്റിംഗ് സ്റ്റോപ്പ്ഡ് ആവുന്നു. ഓട്ടോക്ലേവ് ഈസ് അലൗഡ് ടു കൂൾ. വൺസ് ദ പ്രഷർ ഗേജ് ഷോസ് ദ പ്രഷർ ഈക്വൽസ് ടു അറ്റ്മോസ്ഫിയറിക് പ്രഷർ. എന്താ പറയുന്നത്? ഈ ഒരു പ്രഷർ ഗേജ്, അതിലൊരു പ്രഷർ ഗേജ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ കാണിക്കുന്ന ഈ പ്രഷർ എന്ന് പറയുന്നത് നമ്മുടെ അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് ഈക്വൽ ആണ് എങ്കിൽ ദ ഡിസ്ചാർജ് ടാപ്പ് നമുക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ടു ലെറ്റ് ദ എയർ ഉള്ളിലോട്ട് കടക്കുന്നതിന് വേണ്ടിയിട്ട്. ദ ലിഡ് ഈസ് ദെൻ ഓപ്പൺഡ്. ഇതിലുള്ള ലിഡ് അതിന് ശേഷം ഓപ്പൺ ചെയ്യുന്നു. ആൻഡ് ആർട്ടിക്കിൾസ് ആർ റിമൂവ്ഡ്. അതിനുശേഷം ആർട്ടിക്കിൾസ് നമ്മൾ ഇന്ന് റിമൂവ് ചെയ്യുന്നു. ദ ആർട്ടിക്കിൾസ് സ്റ്റെറിലൈസ്ഡ് ബൈ ഓട്ടോക്ലേവിങ്. നമുക്ക് എന്തൊക്കെ ആർട്ടിക്കിൾസ് ആണ് നമുക്കിതിൽ കൂടെ ഓട്ടോക്ലേവിങ്ങിലൂടെ സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റുന്നത്? കൾച്ചർ മീഡിയ, ഡ്രസ്സിങ്സ്, ലിനൻസ് എക്സെട്ര. ഓട്ടോക്ലേവ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഓട്ടോക്ലേവിങ് ഈസ് ആൻ എഫക്റ്റീവ് മെത്തേഡ് ഓഫ് സ്റ്റെറിലൈസേഷൻ ക്വിക്കർ ദാൻ ഹോട്ട് എയർ ഓവൻ. ഹോട്ട് എയർ ഓവനേക്കാളും കുറച്ചും കൂടി ക്വിക്കറായിട്ട് പ്രവർത്തിക്കുന്ന ഒന്നാണ് ഈ ഓട്ടോക്ലേവ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് എന്താണ്? ഡ്രഞ്ചിങ് ആൻഡ് വെറ്റിംഗ് ഓഫ് ആർട്ടിക്കിൾസ് കുറച്ച് ഇങ്ങനെ നനയാനുള്ള ചാൻസ് ഉണ്ട്. ട്രാപ്ഡ് എയേഴ്സ് മേ റിഡ്യൂസ് ദ എഫിക്കസി ആൻഡ് ഇറ്റ് ടേക്സ് ലോങ് ടൈം ടു കൂൾ. ഇത് കൂൾ ചെയ്യാനായിട്ട്, അതായത് അവിടെയുള്ള ടെമ്പറേച്ചർ കൂടുതലാണ്, സോ അത് കൂൾ ചെയ്യാനായിട്ടുള്ള ടൈം കൂടുതലായിരിക്കും. ഈ ഒരു ഓട്ടോക്ലേവിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ബയോളജിക്കൽ മെത്തേഡ്, അല്ലെങ്കിൽ അതിൽ യൂസ് ചെയ്യുന്ന ഒരു കൺട്രോൾ എന്ന് പറയുന്നത് ഈ എന്തിൻ്റെ സ്പോർ എടുക്കുന്നതെന്ന് വെച്ചാൽ ബാസില്ലസ് സ്റ്റീറോ തെർമോഫിലസിൻ്റെയാണ് നമ്മളിവിടെ. അതിൻ്റെ സ്പോസിൻ്റെ പേപ്പർ സ്ട്രിപ്സാണ് നമ്മൾ കൺട്രോളായിട്ട് എടുക്കുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് റേഡിയേഷൻ. 2 ടൈപ്സ് ഓഫ് റേഡിയേഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്. അയനൈസിങ് ആൻഡ് നോൺ അയനൈസിങ് റേഡിയേഷൻസ്. ലോ എനർജി റേസ് വിത്ത് പുവർ പെനട്രേറ്റീവ് പവർ ആണെങ്കിൽ അതിനെ നമ്മൾ നോൺ അയനൈസിങ് റേസ് എന്നാണ് പറയുന്നത്. എക്സാമ്പിളാണ് UV റേസ് ആൻഡ് ഇൻഫ്രാറെഡ് റേസ്. UV റേസ് നമ്മൾ യൂസ് ചെയ്യുന്നത് എൻക്ലോസ്ഡ് ആയിട്ടുള്ള ഏരിയാസ്, അതായത് ഹാൾസ്, ഓപ്പറേഷൻ തിയേറ്റർ, അതുപോലെ തന്നെ ലാബുകൾ. അപ്പോൾ ഇവിടെയൊക്കെ ഡിസിൻഫെക്റ്റ് ചെയ്യാനാണ് UV റേസ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഹൈ എനർജി റേസ് വിത്ത് ഗുഡ് പെനട്രേറ്റീവ് പവർ ആണെങ്കിൽ അതിനെ നമ്മൾ അയനൈസിങ് റേസ് എന്നാണ് പറയുന്നത്. ആൻഡ് എക്സാമ്പിൾസ് ആണ് ഗാമ റേസും അതുപോലെ തന്നെ എക്സ് റേസും.
അയണൈസിങ് റേഡിയേഷനിലാണെങ്കിൽ ഗാമ റേസും എക്സ് റേസും നമ്മൾ യൂസ് ചെയ്യുന്നത് പ്ലാസ്റ്റിക്, സിറിഞ്ച്, സ്വാബ്സ്, കാത്തീറ്റേഴ്സ്, എനിമൽ ഫീഡ്സ്, കാർബോർഡ്, ഓയിൽസ് ആൻഡ് മെറ്റൽ ഫോയിൽസ് ഇതിനൊക്കെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നൊരു സ്റ്റെപ്പാണ് ഫിൽട്രേഷൻ. ഫിൽട്രേഷനിൽ പറയുന്നത് എന്താണ് ഫിൽട്രേഷൻ? എ മെത്തേഡ് യൂസ്ഡ് ടു റിമൂവ് ബാക്ടീരിയ ഫ്രം heat liable liquids such as serum, antibiotic solutions, ഷുഗർ സൊല്യൂഷൻസ്, യൂറിയ സൊല്യൂഷൻസ് എക്സെട്ര. അപ്പോൾ എന്താ പറയുന്നത്, ഹീറ്റ് ലയബിൾ ആയിട്ടുള്ള ലിക്വിഡ്സ് ആയിട്ടുള്ള സെറം, അതുപോലെ ആൻറ്റിബയോട്ടിക് സൊല്യൂഷൻസ്, ഷുഗർ സൊല്യൂഷൻ, യൂറിയ സൊല്യൂഷൻ, അപ്പോൾ ഇവയിൽ നിന്നൊക്കെയുള്ള ബാക്ടീരിയാസിനെ റിമൂവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഫിൽട്രേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് അച്ചീവ്ഡ് ബൈ യൂസിങ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫിൽട്ടേഴ്സ്. ഇത് പലതരത്തിലുള്ള ഫിൽട്ടേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു മെത്തേഡ് നമ്മൾ അച്ചീവ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ യൂസ് ചെയ്യുന്ന ഫിൽട്ടേഴ്സാണ് കാൻഡിൽ ഫിൽട്ടേഴ്സ്, മെംബ്രെയിൻ ഫിൽട്ടേഴ്സ്, ആസ്ബറ്റോസ് ഫിൽട്ടേഴ്സ് ആൻഡ് സിൻറ്റേർഡ് ഗ്ലാസ് ഫിൽട്ടേഴ്സ്. കാൻഡിൽ ഫിൽട്ടേഴ്സ് യൂസ് ചെയ്യുന്നത് ഇൻഡസ്ട്രിയൽ ആൻഡ് ഡ്രിങ്കിങ് പർപ്പസിന് വേണ്ടിയിട്ടുള്ള വാട്ടറിൻ്റെ പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇതൊക്കെ മെയ്ഡ് ചെയ്തിരിക്കുന്നത് അണ്ടർ വാരിയസ് ഗ്രേഡ് ഓഫ് പോറോസിറ്റി. ആസ്ബറ്റോസ് ഫിൽട്ടേഴ്സ് ഡിസ്പോസിബിൾ ആൻഡ് സിംഗിൾ യൂസേജ് ഫിൽട്ടേഴ്സാണ്. ദേ ടെൻ ടു ആൽക്കലൈസ് ഫിൽട്ടേർഡ് ഫ്ലൂയിഡ്സ്. ഇതിൻ്റെ യൂസേജ് വളരെ കുറവായിരിക്കും, കാരണം ഇതിനൊരു കാർസിനോജനിക് പ്രോപ്പർട്ടി ഉണ്ട്. സിൻറ്റേർഡ് ഗ്ലാസ് ഫിൽട്ടേഴ്സ്, ഇത്തരത്തിലുള്ള ഫിൽട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അതിന് ലോ അബ്സോർപ്റ്റീവ് പ്രോപ്പർട്ടീസാണ് ഉണ്ടായിരിക്കുക. പിന്നെ ഇവ ബ്രിറ്റിൽ ആൻഡ് കോസ്റ്റ്ലി ആയിരിക്കും. മെംബ്രെയിൻ ഫിൽട്ടേഴ്സ്, ഇത്തരം ഫിൽട്ടേഴ്സ് ഉണ്ടാക്കിയിരിക്കുന്നത് സെല്ലുലോസ് എസ്റ്റേഴ്സ് കൊണ്ടും അല്ലെങ്കിൽ അതർ പോളിമേഴ്സ് കൊണ്ടൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് ജനറലി യൂസ് ചെയ്യുന്നത് വാട്ടർ പ്യൂരിഫിക്കേഷൻ ആൻഡ് അനാലിസിസിൽ, സ്റ്റെറിലിറ്റി ടെസ്റ്റിംഗ് ആൻഡ് പ്രിപ്പറേഷൻ ഓഫ് സൊല്യൂഷൻസ്, ഇതിലൊക്കെയാണ് ഈ ഒരു മെംബ്രെയിൻ ഫിൽട്ടേഴ്സ് ഉപയോഗിക്കുന്നത്. കെമിക്കൽ സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ക്ലോറിൻ, ഫോർമാൽഡിഹൈഡ്, എത്തനോൾ പോലുള്ള കെമിക്കൽസ് യൂസ് ചെയ്തുകൊണ്ട് ഒരു സർഫസിൽ നിന്നും മൈക്രോ ഓർഗാനിസത്തിനെ റിമൂവ് ചെയ്തിട്ട് ആ ഒരു സർഫസിനെ ഫ്രീ ഫ്രം മൈക്രോ ഓർഗാനിസം ആക്കാൻ വേണ്ടിയിട്ടുള്ള അത്തരത്തിലുള്ള സ്റ്റെറിലൈസേഷനാണ് കെമിക്കൽ സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത്. These chemicals can interfere with the machinery of the microorganism to terminate them. യൂസിങ് കെമിക്കൽസ്. ഫസ്റ്റ് വൺ, കെമിക്കൽ ഏജൻറ്റ്സ്. ഈ കെമിക്കൽ ഏജൻസിൻ്റെ ആക്ഷൻസ് എന്ന് പറയുന്നത് പ്രോട്ടീൻ കൊയാഗുലേഷനും അതുപോലെ ഡിസ്റപ്ഷൻ ഓഫ് സെൽ മെംബ്രെയിനും ആണ്. ദാറ്റ് റിസൾട്ട് ഇൻ എന്തിനൊക്കെയാണ് കാരണമാവുന്നത്? എക്സ്പോഷർ, ഡാമേജ് ആൻഡ് ലോസ് ഓഫ് കണ്ടൻറ്റ്. കെമിക്കൽ ആൽക്കഹോൾസ്, കോമൺലി യൂസ് ചെയ്യുന്ന ആൽക്കഹോൾസ് ആണ് ഈഥൈൽ ആൽക്കഹോൾ ആൻഡ് ഐസോപ്രൊപ്പൈൽ ആൽക്കഹോൾ. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് അറ്റ് ദ കോൺസെൻട്രേഷൻ ഓഫ് 60 to 90% ആയിരിക്കും. ഐസോപ്രൊപ്പൈൽ ആൽക്കഹോൾ എന്ന് പറയുന്നത് ഇസ് യൂസ്ഡ് ഇൻ ദ സാനിറ്റൈസേഷൻ ഓഫ് ദ ക്ലിനിക്കൽ തെർമോമീറ്റർ. മീഥൈൽ ആൽക്കഹോൾ ആണെങ്കിൽ ഇസ് വയബിൾ അഗെയിൻസ്റ്റ് കണ്ടാജിയസ് സ്പോർസ് ട്രീറ്റിംഗ് ക്യാബിനറ്റ്സ് ആൻഡ് ഇൻക്യുബേറ്റേഴ്സ്. ഇറ്റ് ഈസ് ടോക്സിക് ആൻഡ് ഇൻഫ്ലമബിൾ. ആൽഡിഹൈഡ്, ഫോർമാൽഡിഹൈഡ്. ഇറ്റ് കണ്ടെയ്ൻസ്, ഇതിലെന്തുണ്ടായിരിക്കും? ബാക്ടീരിയസിഡൽ ആൻഡ് സ്പോറിസിഡൽ ആയിട്ടുള്ള കണ്ടൻസ് ഇതിലുണ്ടായിരിക്കും. ആൻഡ് ഇറ്റ് ഹാസ് ഗ്രേറ്റ് എഫക്റ്റ് ഓൺ വൈറസസ്. ഇത് വൈറസസിന് മേലെ ഇതിനൊരു ഗ്രേറ്റ് എഫക്റ്റ് തന്നെ ഉണ്ട്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു പ്രിസർവ്. ഇത് എന്തിനൊക്കെ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? അനാറ്റമിക്കൽ സ്പെസിമെൻസിനെ പ്രിസർവ് ചെയ്യുന്നതിനും അതുപോലെ ഹെയറിലും വൂളിലും ഒക്കെയുള്ള ആന്ത്രാക്സ് സ്പോർസിനെ ഡിസ്ട്രോയ് ചെയ്യാനൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഫീനോൾസ് അക്വേർഡ് ഫ്രം the distillation of coal char between 170 degrees Celsius to 270 degrees Celsius. ഇതിൻ്റെ ഡെഡ്ലി ഇമ്പാക്റ്റുകൾ എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ കോസ് സെൽ മെംബ്രെയിൻ ഡാമേജ്, റിലീസിങ് സെൽ കണ്ടൻസ് ആൻഡ് കോസിങ് ലൈസിസ്. ഗ്യാസ് സ്റ്റെറിലൈസേഷൻ, അതിന് യൂസ് ചെയ്യുന്ന ഗ്യാസസുകളാണ് എത്തിലിൻ ഓക്സൈഡ്, ഫോർമാൽഡിഹൈഡ് ഗ്യാസ്, ബീറ്റ പ്രൊപ്പിയോലാക്ടോൺ അഥവാ BPL. Ethylene oxide works because of its alkylating of the amino, carboxyl, hydroxyl and sulfhydryl groups in protein molecules and furthermore on DNA and RNA. Heart lung machines, respirators, dental equipments, books and clothings, ഇതിൻ്റെയൊക്കെ ഇൻസ്ട്രുമെൻസുകളിൽ ഇത് കൂടുതലായിട്ട് യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നുണ്ട്. ഫോർമാൽഡിഹൈഡ് ഗ്യാസ്, അപ്പോൾ ഇത് ജനറലി യൂസ് ചെയ്യുന്നത് ക്ലിനിക്കുകളിലുള്ള മറ്റ് റൂമുകളിലും അതുപോലെ ഓപ്പറേഷൻ തിയേറ്ററുകളിലൊക്കെ ഫ്യൂമിഗേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ഫ്യൂമിഗേഷന് ശേഷം ഈ ഡോർസ് നമ്മൾ സീൽ ചെയ്യും ആൻഡ് ലെഫ്റ്റ് അൺഓപ്പൺഡ് ഫോർ 48 hours. 48 മണിക്കൂർ ഇത് അൺഓപ്പൺഡ് ആയിട്ട് വെക്കുന്നു.
ബീറ്റ പ്രൊപ്പിയോ ലാക്ടോൺ അഥവാ BPL. ഇത് ഉണ്ടാവുന്നത് കീറ്റൈൻ ആൻഡ് ഫോർമാൽഡിഹൈഡിനെ നമ്മളൊരു ബോയിലിംഗ് പോയിൻറ്റ് 163°C അതിൻ്റെ ഫലമായിട്ട് ഉണ്ടാവുന്നതാണ് ഈ ഒരു BPL എന്ന് പറയുന്നത്. ഇതിന് ഒരു ഫാറ്റ് ബാക്ടീരിയസിഡൽ ആക്ടിവിറ്റി ഉണ്ടായിരിക്കും. മാത്രമല്ല ഇത് ക്യാൻസർ കോസിംഗ് ആണ്, അതായത് ഇതൊരു കാർസിനോജൻ ആണ്. ആൻഡ് ഇറ്റ് ഈസ് എക്യുപ്ഡ് ഫോർ കില്ലിംഗ് ഓൾ മൈക്രോ ഓർഗാനിസംസ് ആൻഡ് ഇറ്റ് ഈസ് exceptionally dynamic against infection. Chemical methods of disinfection and antiseptics. അതാണ് നെക്സ്റ്റ് ടോപ്പിക്ക്. നമുക്കറിയാം ഡിസ്ഇൻഫെക്ഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. എന്തായിരുന്നു? ദ പ്രോസസ് ഓഫ് എലിമിനേഷൻ ഓഫ് മോസ്റ്റ് പാത്തോജനിക് മൈക്രോ ഓർഗാനിസംസ്. അതായത് ഒരു ഇനാനിമേറ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റിൽ നിന്നും നമുക്ക് പാത്തോജനിക് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തിൻ്റെ എലിമിനേഷൻ, ആ ഒരു പ്രോസസ്സാണ് ഡിസ്ഇൻഫെക്ഷൻ. അപ്പോൾ അതിനു വേണ്ടി ഉപയോഗിക്കുന്ന കെമിക്കൽസിനെയാണ് നമ്മൾ ഡിസ്ഇൻഫെക്റ്റൻസ് എന്ന് പറയുന്നത്. ഡിഫറെൻറ്റ് ഡിസ്ഇൻഫെക്റ്റൻസ് ഹാവ് ഡിഫറെൻറ്റ് ടാർഗറ്റ് റേഞ്ചുകൾ ആയിരിക്കും. ഇനി എന്താണ് ആൻറ്റിസെപ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ? ദോസ് കെമിക്കൽസ് ദാറ്റ് ക്യാൻ ബി സേഫ്ലി അപ്ലൈഡ് ഓവർ സ്കിൻ ആൻഡ് മ്യൂക്കസ് മെംബ്രെയിൻ ആർ കോൾഡ് ആൻറ്റിസെപ്റ്റിക്സ്. Bacteriostatic chemicals are those inhibiting multiplication of bacteria without killing. ബാക്ടീരിയകളെ കില്ല് ചെയ്യാനോ അല്ലെങ്കിൽ ഇനാക്ടിവേറ്റ് ആക്കാനോ ഉപയോഗിക്കുന്ന കെമിക്കൽസിനെയാണ് ബാക്ടീരിയസിഡൽ എന്ന് പറയുന്നത്. ദ മോഡ് ഓഫ് ആക്ഷൻ ഓഫ് വാരിയസ് കെമിക്കൽ ഡിസ്ഇൻഫെക്റ്റൻസ് ഇൻക്ലൂഡ്, എന്തൊക്കെയാണ് അതിൽ വരുന്നത്? പ്രോട്ടീൻ കൊയാഗുലേഷൻ, ഡിസ്റപ്ഷൻ ഓഫ് സെൽ മെംബ്രെയിൻ, എൻസൈം ഡാമേജ്, എക്സെട്ര. An ideal antiseptic or disinfectant should have the following properties. എന്താണ് ഒരു ആൻറ്റിസെപ്റ്റിക് അല്ലെങ്കിൽ ഡിസ്ഇൻഫെക്റ്റൻ്റ് ആണെങ്കിൽ താഴെ പറയുന്ന കുറച്ച് പ്രോപ്പർട്ടീസ് അതിന് ഉണ്ടായിരിക്കണം. ഫസ്റ്റ് വൺ പറയുന്നത് ഷുഡ് ഹാവ് വൈഡ് സ്പെക്ട്രം ഓഫ് ആക്ടിവിറ്റി. അതായത് ഇതിനൊരു വൈഡ് സ്പെക്ട്രം ഓഫ് ആക്ടിവിറ്റി ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഷുഡ് ബി ഏബിൾ ടു ഡിസ്ട്രോയ് മൈക്രോബ്സ് വിതിൻ പ്രാക്ടിക്കൽ പീരീഡ് ഓഫ് ടൈം. നമുക്ക് തന്നിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു പ്രാക്ടിക്കൽ പീരീഡ് ഓഫ് ടൈമിനുള്ളിൽ തന്നെ ഈ മൈക്രോബ്സിനെ ഡിസ്ട്രോയ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ടായിരിക്കണം. ഷുഡ് ബി ആക്റ്റീവ് ഇൻ ദ പ്രസൻസ് ഓഫ് ഓർഗാനിക് മാറ്റർ. ഓർഗാനിക് മാറ്ററിൻ്റെ പ്രസൻസിലും ഇത് ആക്റ്റീവ് ആയിരിക്കണം. ഷുഡ് മേക്ക് എഫക്റ്റീവ് കോണ്ടാക്ട് ആൻഡ് ബി വെറ്റബിൾ. അത് എഫക്റ്റീവ് കോണ്ടാക്ട് അത് മേക്ക് ചെയ്യണം, അതുപോലെ അത് വെറ്റബിളും ആയിരിക്കണം. ഷുഡ് ബി ആക്റ്റീവ് ഇൻ എനി pH. ഏതൊരു pHലാണെങ്കിലും അത് ആക്റ്റീവ് ആയിരിക്കണം. ഷുഡ് ബി സ്റ്റേബിൾ ആയിരിക്കണം. അതുപോലെ തന്നെ ഇതിനൊരു ലോങ് ഷെൽഫ് ലൈഫ് ഉണ്ടായിരിക്കണം. ഷുഡ് ബി സ്പീഡി ആയിരിക്കണം. അതുപോലെ തന്നെ ഇതിനൊരു ഹൈ പെനട്രേറ്റിംഗ് പവർ ഉണ്ടായിരിക്കണം. ഇത് നോൺ ടോക്സിക് ആയിരിക്കണം, നോൺ അലർജനിക് ആയിരിക്കണം, അതുപോലെ നോൺ ഇറിറ്റേറ്റീവ് ആയിരിക്കണം, അതുപോലെ തന്നെ നോൺ കൊറോസീവ് കൂടി ആയിരിക്കണം. ഇതിന് ഒരു ബാഡ് ഓർഡർ ഉണ്ടായിരിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഇതൊരിക്കലും ഒരു നോൺ വോളട്ടൈൽ ആയിട്ടുള്ള ഒരു റെസിഡ്യൂ അത് ഉണ്ടാക്കാൻ പാടില്ല. അതുപോലെ തന്നെ സ്റ്റെയിന് ഉണ്ടാവാൻ പാടില്ല. പിന്നെ എഫിക്കസി ഷുഡ് നോട്ട് ബി ലോസ്റ്റ് ഓൺ റീസണബിൾ ഡൈലൂഷൻസ് ആൻഡ് ഷുഡ് നോട്ട് ബി എക്സ്പെൻസീവ് ആയിരിക്കാൻ പാടില്ല. ആൻഡ് മസ്റ്റ് ബി അവൈലബിൾ ഈസിലി. നമുക്ക് പെട്ടെന്ന് തന്നെ അവൈലബിൾ ആയിരിക്കുന്ന ഒന്നായിരിക്കണം. ദെൻ നെക്സ്റ്റ് വരുന്നത് എന്താണ്? ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസ്ഇൻഫെക്റ്റൻസ്. ഇതിന് നമുക്ക് ബേസ്ഡ് ഓൺ കൺസിസ്റ്റൻസി, അതിൻ്റെ ഒരു കൺസിസ്റ്റൻസിനെ ബേസ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്, ലിക്വിഡും ഗ്യാഷ്യസും. അപ്പോൾ ലിക്വിഡിൽ വരുന്നതാണ് ആൽക്കഹോൾസ്, ഫീനോൾസ്. ഗ്യാഷ്യസിൽ വരുന്നതാണ് എക്സാമ്പിൾ ഫോർമാൽഡിഹൈഡ്, വാപ്പേഴ്സ്. ദെൻ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ സ്പെക്ട്രം ഓഫ് ആക്ടിവിറ്റി. അതിനെ ബേസ് ചെയ്തിട്ട് മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്: ഹൈ ലെവൽ, ഇൻ്റർമീഡിയറ്റ് ലെവൽ ആൻഡ് ലാസ്റ്റ് വൺ ആണ് ലോ ലെവൽ. ദെൻ ബേസ്ഡ് ഓൺ മെക്കാനിസം ഓഫ് ആക്ഷൻ. ഇതിൻ്റെ ഒരു ആക്ഷൻ്റെ മെക്കാനിസത്തിനെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ ഇതിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് വൺ ആണ് ആക്ഷൻ ഓൺ മെംബ്രെയിൻ. എക്സാമ്പിളാണ് ആൽക്കഹോൾ, ഡിറ്റർജൻറ്റ്. രണ്ടാമതായിട്ട് പറയുന്നത് ഡീനാച്ചുറേഷൻ ഓഫ് സെല്ലുലാർ പ്രോട്ടീൻസ്. അതിൽ വരുന്നതാണ് ആൽക്കഹോൾ, ഫീനോള്. മൂന്നാമതായിട്ട് വരുന്നത് ഓക്സിഡേഷൻ ഓഫ് എസെൻഷ്യൽ സൾഫൈഡ്രൽസ് ഗ്രൂപ്പ് ഓഫ് എൻസൈംസ്. എക്സാമ്പിൾ H2O2, അതുപോലെ തന്നെ ഹാലോജൻസ്. ദെൻ നെക്സ്റ്റ് വരുന്നത് നാലാമതായിട്ട് പറയുന്നത് ആൽക്കൈലേഷൻ ഓഫ് അമിനോ കാർബോക്സിൽ ആൻഡ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്സ്. ഇതിൽ വരുന്ന എക്സാമ്പിൾ ഫോർമാൽഡിഹൈഡ് ആണ്. ദെൻ നെക്സ്റ്റ് വരുന്നത് ഡാമേജ് ടു ന്യൂക്ലിക് ആസിഡ്. അതിനൊരു എക്സാമ്പിളാണ് ഫോർമാൽഡിഹൈഡ്. ദെൻ നമുക്ക് ഓരോന്നിനെയും കുറിച്ച് പഠിക്കാം. ഓരോ കെമിക്കൽസും നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ആണ് ആൽക്കഹോൾ.
ആൽക്കഹോളിൻ്റെ ഒരു മോഡ് ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് ആൽക്കഹോൾ ഡീഹൈഡ്രേറ്റ് സെൽസ്, ഡിസ്റപ്റ്റ് മെംബ്രെയിൻസ് ആൻഡ് കോസ് കൊയാഗുലേഷൻ ഓഫ് പ്രോട്ടീൻസ്. എന്താണ് ഈ ഒരു ആൽക്കഹോളിൻ്റെ ആക്ട്സ് എന്ന് പറയുന്നത്? ആൽക്കഹോൾ സെല്ലുകൾ ഡീഹൈഡ്രേറ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ മെംബ്രെയിനെ ഡിസ്റപ്റ്റ് ചെയ്യുന്നു, അതുപോലെ പ്രോട്ടീൻസിൻ്റെ കൊയാഗുലേഷനും കാരണമാവുന്നുണ്ട്. എക്സാമ്പിളാണ് ഈഥൈൽ ആൽക്കഹോൾ, ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ ആൻഡ് മീഥൈൽ ആൽക്കഹോൾ. ഇതിന് നമുക്കൊരു ആപ്ലിക്കേഷൻ നോക്കാം. ഒരു 70% aqueous solution is more effective at killing microbes than absolute alcohol. 70% ഈഥൈൽ ആൽക്കഹോൾ, അത് നമ്മൾ സ്പിരിറ്റ് എന്ന് പറയുന്നുണ്ട്, ഈസ് യൂസ്ഡ് ആസ് ആൻറ്റിസെപ്റ്റിക്സ് ഓൺ സ്കിൻ. നമ്മൾ സ്കിന്നിൽ ഒരു ആൻറ്റിസെപ്റ്റിക് ആയിട്ട് ഈ ഒരു 70% ഈഥൈൽ ആൽക്കഹോൾ യൂസ് ചെയ്യുന്നുണ്ട്. ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ ഈസ് പ്രിഫേർഡ് ടു എത്തനോൾ. Then it can be used to disinfect സർഫസുകൾ ഡിസിൻഫെക്റ്റ് ചെയ്യാനായിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിസിൻഫെക്റ്റ് ക്ലിനിക്കൽ തെർമോമീറ്റേഴ്സിനെ ഡിസിൻഫെക്റ്റ് ചെയ്യാനും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. മീഥൈൽ ആൽക്കഹോൾ എന്താ ചെയ്യുന്നത്? ദാറ്റ് കിൽസ് ഫംഗൽ സ്പോർസ്. ഹാൻഡ്സ് ഈസ് യൂസ്ഫുൾ ഇൻ ഡിസിൻഫെക്റ്റിംഗ് ഇനോക്കുലേഷൻ ഹുഡ്സിൻ്റെ ഒക്കെ ഡിസ്ഇൻഫെക്ഷനിൽ ഈ ഒരു മീഥൈൽ ആൽക്കഹോൾ സഹായിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജസ്, ഈ ആൽക്കഹോളിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് സ്കിൻ ഇറിറ്റൻ്റ് ആവുന്നു, വൊളട്ടൈലാണ്, അതായത് ഇവാപ്പറേറ്റ് റാപ്പിഡ്ലി, പെട്ടെന്ന് തന്നെ ഇവാപ്പറേറ്റ് ചെയ്യുന്നു, അതുപോലെ ഇൻഫ്ലെയിമബിൾ ആണ്. ആൽഡിഹൈഡ്, ഇതിൻ്റെ മോഡ് ഓഫ് ആക്ഷൻ എങ്ങനെയാണ്? ആക്ട് ത്രൂ ആൽക്കൈലേഷൻ ഓഫ് അമിനോ കാർബോക്സി ഓർ ഹൈഡ്രോക്സി ഗ്രൂപ്പ് ആൻഡ് പ്രോബബ്ലി ഡാമേജ് ന്യൂക്ലിക് ആസിഡിനെയും അത് ഡാമേജ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ് കിൽസ് ഓൾ മൈക്രോ ഓർഗാനിസംസ് ഇൻക്ലൂഡിങ് സ്പോർസ്. എല്ലാ മൈക്രോ ഓർഗാനിസത്തിനെയും അത് കില്ല് ചെയ്യുന്നുണ്ട്, അതിൽ സ്പോർസും പെടുന്നതാണ്. ഇതിന് എക്സാമ്പിൾ ഫോർമാൽഡിഹൈഡ്, അതുപോലെ തന്നെ ഗ്ലൂട്ടറാൾഡിഹൈഡ്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ എങ്ങനെയാണ്? ഒരു 40% ഓഫ് ഫോർമാൽഡിഹൈഡ് അല്ലെങ്കിൽ ഫോർമാലിൻ ഈസ് യൂസ്ഡ് ഫോർ സർഫസ് ഡിസിൻഫെക്ഷൻ ആൻഡ് fumigation of rooms, chambers, operation theatres, biological safety cabinets, wards, sick room, etc. അവിടേക്കാണ് ഇത് ഉപയോഗിക്കുന്നത്. ഫ്യൂമിഗേഷൻ ഈസ് അച്ചീവ്ഡ് ബൈ ബോയിലിംഗ് ഫോർമാലിൻ. ഈ ഫോർമാലിനെ ബോയിൽ ചെയ്തിട്ടാണ് ഈ ഒരു ഫ്യൂമിഗേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഹീറ്റിംഗ് പാരാഫോർമാൽഡിഹൈഡ് ഓർ ട്രീറ്റിംഗ് ഫോർമാലിൻ വിത്ത് പൊട്ടാസ്യം പെർമാഗ്നേറ്റ്. ഇറ്റ് ഈസ് ഓൾസോ സ്റ്റെറിലൈസ്. ഇത് വേറെ എന്തിനൊക്കെ സ്റ്റെറിലൈസ് ചെയ്യുന്നുണ്ട്? ബെഡിങ്, ഫർണിച്ചേഴ്സ് ആൻഡ് ബുക്സ്, ഇതിനൊക്കെ നമുക്ക് ഇത് വെച്ചിട്ട് സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. 10% ഓഫ് ഫോർമാലിൻ വിത്ത് 0.5% ഓഫ് ടെട്രാബോറേറ്റ് സ്റ്റെറിലൈസ് ക്ലീൻ മെറ്റൽ ഇൻസ്ട്രുമെൻറ്റ്സ്. ദെൻ 2% ഓഫ് ഗ്ലൂട്ടറാൾഡിഹൈഡ് ആണെങ്കിൽ ദാറ്റ് ഈസ് യൂസ്ഡ് ടു സ്റ്റെറിലൈസ് തെർമോമീറ്റേഴ്സും അതുപോലെ തന്നെ സിസ്റ്റോസ്കോപ്സുകൾ, ഓങ്കോസ്കോപ്സ്, അതുപോലെ തന്നെ സെൻട്രിഫ്യൂജസ്, പിന്നെ അനസ്തെറ്റിക് എക്യുപ്മെൻറ്റ്സ് എക്സെട്ര. ഇതിനൊക്കെ സ്റ്റെറിലൈസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് 2% ഓഫ് ഗ്ലൂട്ടറാൾഡിഹൈഡ് ആണ്. ഈ ഗ്ലൂട്ടറാൾഡിഹൈഡ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എക്സ്പോഷർ എന്ന് പറയുന്നത് ഓഫ് അറ്റ്ലീസ്റ്റ് ഒരു 3 hours 3 മണിക്കൂർ ഒരു ആൽക്കലൈൻ pH ആവശ്യമാണ് കേട്ടോ. ഒരു 3 മണിക്കൂർ റിക്വയർഡ് ഫോർ ദ ആക്ഷൻ ബൈ ഗ്ലൂട്ടറാൾഡിഹൈഡ്. ഇനി 2% ഫോർമാൽഡിഹൈഡ് അറ്റ് 40 degree Celsius for 20 minutes ആണെങ്കിൽ ദാറ്റ് ഈസ് യൂസ്ഡ് ടു ഡിസിൻഫെക്റ്റ് വൂൾസ് ആൻഡ് അതുപോലെ തന്നെ 0.25% at 60 degree Celsius for 6 hours to disinfect animal hair and bristles. ഡിസ്അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. വേപ്പേഴ്സ് എന്ന് പറയുന്നത് ഇറിറ്റേറ്റിംഗ് ആയിരിക്കും, മസ്റ്റ് ബി ന്യൂട്രലൈസ്ഡ് ബൈ അമോണിയ, ഹാസ് പുവർ പെനട്രേഷൻ ആണ്, ലീവ്സ് നോൺ വോളറ്റൈൽ റെസിഡ്യൂ ഉണ്ടാക്കുന്നുണ്ട്, ആക്ടിവിറ്റി ഈസ് റിഡ്യൂസ്ഡ് ഇൻ ദ പ്രസൻസ് ഓഫ് പ്രോട്ടീൻ. ദെൻ നെക്സ്റ്റ് വരുന്ന ഒരു ഡിസ്അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഗ്ലൂട്ടറാൾഡിഹൈഡ് റിക്വേഴ്സ് ആൽക്കലൈൻ pH. നമ്മൾ നേരത്തെ പറഞ്ഞ പോയിൻ്റാണ്, ഇതിനൊരു ആൽക്കലൈൻ pH ആവശ്യമാണ്. ഓൺലി ദോസ് ആർട്ടിക്കിൾസ് ദാറ്റ് ആർ വെറ്റബിൾ ക്യാൻ ബി സ്റ്റെറിലൈസ്ഡ്. അപ്പോൾ അങ്ങനെയുള്ളതിനെ മാത്രമേ അതിനെ സ്റ്റെറിലൈസ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. നെക്സ്റ്റ് വരുന്നതാണ് ഫീനോളിൻ്റെ മോഡ് ഓഫ് ആക്ഷൻ എങ്ങനെയാണ്? ആക്ട് ബൈ ഡിസ്റപ്ഷൻ ഓഫ് മെംബ്രെയിൻ, precipitation of proteins and inactivation of enzymes. എന്തൊക്കെയാണ് വരുന്നത്? ഡിസ്റപ്ഷൻ ഓഫ് മെംബ്രെയിൻ്റെ ഡിസ്റപ്ഷൻ, അതുപോലെ തന്നെ പ്രോട്ടീൻ്റെ precipitation
ആൻഡ് എൻസൈംസിൻ്റെ ഇനാക്ടിവേഷൻസ്. ഇതിന് എക്സാമ്പിൾ വരുന്നത് 5% ഫീനോള്, അതുപോലെ 1 to 5% ക്രിസോൾ, അതുപോലെ 5% ലൈസോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു സാപ്പോണിഫൈഡ് ആയിട്ടുള്ള ഒരു ക്രിസോളാണ്. ദെൻ ഹെക്സ ക്ലോറോഫിൻ, ക്ലോറോഹെക്സിഡൈൻ ആൻഡ് ക്ലോറോസൈലനോൾ എന്ന് പറയും. ക്ലോറോസൈലനോൾ എന്ന് പറഞ്ഞാൽ അതാണ് നമ്മുടെ ഡെറ്റോൾ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ആപ്ലിക്കേഷൻ നോക്കാം. ജോസഫ് ലിസ്റ്റർ യൂസ്ഡ് ഇറ്റ് ടു പ്രിവെൻറ്റ് ഇൻഫെക്ഷൻ ഓഫ് സർജിക്കൽ വൂൺസ്. ഈ ജോസഫ് ലിസ്റ്റർ ഇത് യൂസ് ചെയ്തിരിക്കുന്നത് സർജിക്കൽ വൂൺസിൻ്റെ ഇൻഫെക്ഷനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫീനോൾസ് എന്ന് പറയുന്നത് കോൾ ടാർ ഡെറിവേറ്റീവ്സ് ആണ്. സോ ദേ ആക്ട് ആസ് എ ഡിസ്ഇൻഫെക്റ്റൻറ്റ് അറ്റ് എ ഹൈ കോൺസെൻട്രേഷൻ ആൻഡ് ആസ് ആൻറ്റിസെപ്റ്റിക്സ് അറ്റ് ലോ കോൺസെൻട്രേഷൻ. അതായത് ഫീനോൾസ് കോൾ ടാർ ഡെറിവേറ്റീവ്സ് ആയതുകൊണ്ട് തന്നെ ഹൈ കോൺസെൻട്രേഷനിലാണെങ്കിൽ ഇത് ഡിസ്ഇൻഫെക്റ്റൻ്റ് ആയിട്ടും ലോ കോൺസെൻട്രേഷൻ ആണെങ്കിൽ ഇത് ആൻറ്റിസെപ്റ്റിക്സ് ആയിട്ടുമാണ് ഇത് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ആക്ട് ചെയ്യുന്നത്. ദേ ആർ ബാക്ടീരിയസിഡൽ. ഇത് ബാക്ടീരിയസിഡലാണ്, ഫംഗിസിഡലാണ്, മൈക്കോബാക്ടീരിയസിഡലാണ്, ബട്ട് ആർ ഇൻആക്റ്റീവ് എഗെയിൻസ്റ്റ് സ്പോർസ് ആൻഡ് മോസ്റ്റ് വൈറസസ്. ഇത് ബാക്ടീരിയനെ കൊല്ലുന്നു, ഫംഗൈനെ കൊല്ലുന്നു, മൈക്കോബാക്ടീരിയനെ കൊല്ലുന്നുണ്ട്. പക്ഷേ ഇത് സ്പോർസും അതുപോലെ തന്നെ മോസ്റ്റ് വൈറസുകൾക്കും ഇത് ഇനാക്റ്റീവ് ആയിരിക്കും. ദേ ആർ നോട്ട് റെഡ്ലി ഇനാക്ടിവേറ്റഡ് ബൈ ഓർഗാനിക് മാറ്റർ. കൊറോസീവ് ഫിനോളിക്സ് യൂസ് ചെയ്യുന്നത് വാർഡ് ഫ്ലോറുകൾ ഡിസ്ഇൻഫെക്റ്റ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ ഡിസ്കാർഡിങ് ജാർസ് ഇൻ ലബോറട്ടറീസ് ആൻഡ് ഡിസ്ഇൻഫെക്ഷൻ ഓഫ് ബെഡ് പാൻസ്, ഇതിലൊക്കെ യൂസ് ചെയ്യുന്നത് കൊറോസീവ് ഫിനോളിക്സ് ആണ്. ക്ലോറോഹെക്സിഡിൻ ക്യാൻ ബി യൂസ്ഡ് ഇൻ ആൻ ഐസോപ്രോപ്പനോൾ സൊല്യൂഷൻ ഫോർ സ്കിൻ ഡിസ്ഇൻഫെക്ഷൻ ഓർ ആസ് ആൻ അക്വ സൊല്യൂഷനായിട്ട് നമുക്ക് വൂണ്ട് ഇറിഗേഷനൊക്കെ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ഓഫൺ യൂസ്ഡ് ആസ് എൻ ആൻറ്റിസെപ്റ്റിക് ഹാൻഡ് വാഷ്. ഇതൊരു ആൻറ്റിസെപ്റ്റിക് ഹാൻഡ് വാഷായിട്ടാണത് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. ക്ലോർഹെക്സിഡിൻ ഗ്ലൂക്കോണേറ്റ് എന്ന് പറയുന്ന ആ ഒരു സൊല്യൂഷനാണ് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. പ്രീ ഓപ്പറേറ്റീവ് ഹാൻഡ് ആൻഡ് സ്കിൻ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഫോർ ജനറൽ സ്കിൻ ഡിസ്ഇൻഫെക്ഷൻ മാത്രമല്ല, ജനറൽ സ്കിൻ ഡിസ്ഇൻഫെക്ഷനും ഈ ഒരു സൊല്യൂഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ക്ലോർഹെക്സിഡിൻ ഗ്ലൂക്കോണേറ്റ് ഒരു ക്വാട്ടർണറി അമോണിയം കോമ്പൗണ്ട് ആയിട്ടുള്ള സെട്രിമൈഡുമായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് ടു ഗെറ്റ് സ്ട്രോങ്ങർ ആൻഡ് ബ്രോഡർ ആൻറ്റി മൈക്രോബിയൽ എഫക്റ്റ് കിട്ടുന്നതിനായിട്ട്. അതിനുള്ള എക്സാമ്പിളാണ് സാവ്ലോൺ. ക്ലോറോസാലിനോൾസ് ലെസ് ഇറിറ്റൻ്റ് ആണ് ആൻഡ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ടോപ്പിക്കൽ പർപ്പസിന് അത് യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ആർ മോർ എഫക്റ്റീവ് എഗെയിൻസ്റ്റ് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ ദാൻ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ. ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയിൽ ഇത് കുറച്ചും കൂടി എഫക്റ്റീവാണ്. ക്ലോറോഫിൻ ഈസ് എ ക്ലോറിനേറ്റഡ് ഡൈഫീനൈലാണ് ആൻഡ് ഈസ് മച്ച് ലെസ് ഇറിറ്റൻ്റ് ആണ്. ഇത് എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ ഒരു ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയിൽ കുറച്ചും കൂടി ഒരു മാർക്കഡ് ആയിട്ടുള്ള ഒരു എഫക്റ്റ് ഉണ്ട്. പക്ഷേ പുവർ എഫക്റ്റാണ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയകളിലും അതുപോലെ മൈക്രോ ബാക്ടീരിയകളിലും ഫംഗയിലും വൈറസിലും ഇതിനൊരു ലെസ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്യുവർ ആയിട്ടുള്ള എഫക്റ്റ് മാത്രമാണ് ഉള്ളത്. ട്രൈക്ലോസാൻ എന്ന് പറയുന്നത് ഒരു ഓർഗാനിക് ഫീനൈൽ ഈതറാണ് വിത്ത് ഗുഡ് ആക്ടിവിറ്റി എഗെയിൻസ്റ്റ് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ ആൻഡ് എഫക്റ്റീവ് ടു സം എക്സ്റ്റെൻറ്റ് എഗെയിൻസ്റ്റ് മെനി ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ഇൻക്ലൂഡിങ് സ്യൂഡോമോണസ്. ഡിസ്അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് ടോക്സിക് ആണ്, കൊറോസീവ് ആണ്, അതുപോലെ സ്കിൻ ഇറിറ്റൻ്റ് ആണ്. ക്ലോർഹെക്സിഡിൻ എന്ന് പറയുന്നത് ഈസ് ഇനാക്ടിവേറ്റഡ് ബൈ ആനയോണിക് സോപ്സ്. രണ്ടാമതായിട്ട് പറയുന്നത് ഈ ക്ലോറോസൈലിനോൾ എന്ന് പറയുന്നത് ഈസ് ഇനാക്ടിവേറ്റഡ് ബൈ ഹാർഡ് വാട്ടർ. ഇതൊക്കെയാണ് ഇതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. ഹാലജൻസിൻ്റെ മോഡ് ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് ഇത് ഓക്സിഡൈസിങ് ഏജൻ്റ് ആണ്. ഇത് എന്ത് സംഭവിപ്പിക്കുന്നു, ദാറ്റ് കോസ് ഡാമേജ് ബൈ ഓക്സിഡേഷൻ ഓഫ് എസെൻഷ്യൽ സൾഫൈഡ്രേറ്റ് ഗ്രൂപ്പ് ഓഫ് എൻസൈംസ്. ഇനി ക്ലോറിൻ എന്ന് പറയുന്നത് വാട്ടറായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഇതെന്തുണ്ടാക്കുന്നു, ഹൈപ്പോക്ലോറസ് ആസിഡ് ഫോം ചെയ്യുന്നു, വിച്ച് ഈസ് മൈക്രോബിസിഡൽ. ഇത് മൈക്രോബിസിഡൽ ആണ്. ഇതിന് എക്സാമ്പിളാണ് ക്ലോറിൻ കോമ്പൗണ്ട്സിൽ വരുന്നതാണ് ക്ലോറിൻ, ബ്ലീച്ച്, ഹൈപ്പോക്ലോറൈറ്റ് എന്ന് പറയുന്നത്. ആൻഡ് അയഡിൻ കോമ്പൗണ്ട്സിൽ വരുന്നതാണ് ടിങ്ചർ അയഡിൻ ആൻഡ് അയഡോഫോസ്. ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് എങ്ങനെയാണ്, ഈ ടിങ്ചർ ഓഫ് അയഡിൻ എന്ന് പറയുന്നത് 2% ഓഫ് അയഡിൻ ഇൻ 70% ഓഫ് ആൽക്കഹോൾ ആണ്. ഈസ് ആൻ ആൻറ്റിസെപ്റ്റിക്. ഇതൊരു ആൻറ്റിസെപ്റ്റിക് ആണ്.
Iodine can be combined with neutral carrier polymers such as polyvinyl pyroiodine to prepare iodophores. ഹാലജൻസിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസ് ദേ ആർ റാപ്പിഡ്ലി ഇനാക്ടിവേറ്റഡ് ഇൻ ദ പ്രസൻസ് ഓഫ് ഓർഗാനിക് മാറ്റർ. ഓർഗാനിക് മാറ്ററിൻ്റെ പ്രസൻസിൽ ഇത് റാപ്പിഡ്ലി ഇനാക്ടിവേറ്റഡ് ആവുന്നു. അയഡിൻ എന്ന് പറയുന്നത് കൊറോസീവ് ആണ് ആൻഡ് സ്റ്റെയിനിങ് ആണ്. ബ്ലീച്ച് സൊല്യൂഷൻ ഈസ് കൊറോസീവ് ആൻഡ് വിൽ കൊറോഡ് സ്റ്റെയിൻലെസ് സ്റ്റീൽ സർഫസ്. ബീറ്റ പ്രൊപ്പിയോലാക്ടോൺ BPL എന്ന് നമുക്ക് ഷോർട്ടായിട്ട് പറയും. ഇതിൻ്റെ മോഡ് ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് ഇതൊരു ആൽക്കൈലേറ്റിംഗ് ഏജൻ്റ് ആണ് ആൻഡ് ആക്ട് ത്രൂ ആൽക്കൈലേഷൻ ഓഫ് കാർബോക്സിൽ ആൻഡ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്സ്. ഇതിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇത് കളർലെസ് ലിക്വിഡാണ് വിത്ത് പഞ്ചൻറ്റ് ടു സ്ലൈറ്റ്ലി സ്വീറ്റിഷ് സ്മെല്ലായിരിക്കും ഇതിനുണ്ടായിരിക്കുക. ആൻഡ് ഇറ്റ് ഈസ് എ കണ്ടൻസേഷൻ പ്രൊഡക്റ്റ് ഓഫ് കീറ്റൈൻ ആണ് വിത്ത് ഫോർമാൽഡിഹൈഡ്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എൻ എഫക്റ്റീവ് സ്പോറോസിഡൽ ഏജൻ്റ് ആണ്. ഇതൊരു എഫക്റ്റീവ് സ്പോറോസിഡൽ ഏജൻ്റ് ആണ് ആൻഡ് ഹാസ് ബ്രോഡ് സ്പെക്ട്രം ആക്ടിവിറ്റി. ബ്രോഡ് സ്പെക്ട്രം ആക്ടിവിറ്റി ആണ് ഇതിന് ഉള്ളത്. 0.2% ഈസ് യൂസ്ഡ് ടു സ്റ്റെറിലൈസ്. ബയോളജിക്കൽ പ്രൊഡക്റ്റുകളെയൊക്കെ സ്റ്റെറിലൈസ് ചെയ്യാനായിട്ട് 0.2% ആണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് മോർ എഫിഷ്യൻറ്റ് ഇൻ ഫ്യൂമിഗേഷൻ ദാറ്റ് ഫോർമാൽഡിഹൈഡ്. അതുപോലെ ഇറ്റ് ഈസ് യൂസ്ഡ് ടു സ്റ്റെറിലൈസ് വാക്സിൻ, ടിഷ്യൂ ഗ്രാഫ്റ്റ് ആൻഡ് സർജിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആൻഡ് എൻസൈംസ്. ഇതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് പുവർ പെനട്രേറ്റിംഗ് പവർ ആൻഡ് ഈസ് എ കാർസിനോജൻ. ഇതൊരു കാർസിനോജനാണ്, ക്യാൻസറിന് കാരണമാവുന്ന ഒന്നാണ്. അപ്പോൾ സ്റ്റെറിലൈസേഷനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഫിസിക്കൽ മെത്തേഡ് എന്നും കെമിക്കൽ മെത്തേഡ് ഒന്നാണ്. അപ്പോൾ ഫിസിക്കൽ മെത്തേഡിൽ വരുന്ന മൂന്നെണ്ണം ഏതൊക്കെയാണ്? ഹീറ്റ്, റേഡിയേഷൻ, ഫിൽട്രേഷൻ. ഹീറ്റിൽ വരുന്നതാണ് ഡ്രൈ ഓവൻ മെത്തേഡ്, പ്രഷറൈസ്ഡ് സ്റ്റീം ആൻഡ് പാസ്ചറൈസേഷൻ. റേഡിയേഷനിൽ എക്സ്റേസ്, ഗാമ റേസ് ആൻഡ് അൾട്രാ വയലറ്റ് റേസ്. ഫിൽട്രേഷനിൽ വരുന്ന എന്തൊക്കെയാണ്? ആസ്ബറ്റോസ് ഫിൽറ്റർ, മെമ്പറൈൻ ഫിൽറ്റർ, സിൻറ്റേർഡ് ഗ്ലാസ് ഫിൽറ്റേഴ്സ്. ഈ കെമിക്കൽ മെത്തേഡ് ഗ്യാസ് സ്റ്റെറിലൈസേഷനുണ്ട്, ലിക്വിഡ് സ്റ്റെറിലൈസേഷനുണ്ട്. ഗ്യാസ് സ്റ്റെറിലൈസേഷനിൽ വരുന്നതാണ് ഫോർമാൽഡിഹൈഡ്, എഥിലീൻ ഓക്സൈഡ്. ലിക്വിഡ് സ്റ്റെറിലൈസേഷനിൽ വരുന്നതാണ് ആൽക്കഹോള്, ഹാലജൻസ്, ഫീനോൾ, ആൽഡിഹൈഡ്സ്.